ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെറിയൊരു സർക്കിൾ ചെയ്തു. അതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ചുകൂടി വലിയൊരു സർക്കിളാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതിൽ കുറച്ചുകൂടി വലുതായിട്ടൊരു സർക്കിൾ ചെയ്യണം. അപ്പോൾ സർക്കിൾ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടെക്നിക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സർക്കിൾ ചെയ്യാൻ കഴിയാത്തവർ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലൊരു ബാങ്കിൾ വെച്ചിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് റൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ സർക്കിൾ ഇതുപോലെ ആദ്യം വരച്ച് വെച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അത് മായ്ക്കൊന്നും വേണ്ട. അത് കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ. അതുകൂടി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. കാരണം കറക്റ്റായിട്ടൊരു ടൈമിൽ ഇപ്പോൾ ഇടാൻ കഴിയുന്നില്ല വീഡിയോസൊന്നും തന്നെ. കാരണം സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് എന്താ പറയുക, റിസ്ക് തന്നെയാണ് വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലുള്ള ചെറിയ വീഡിയോസ് മാത്രമല്ല കേട്ടോ, അത് ബിഗിനേഴ്സിന് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് കളർ വെച്ചിട്ടുള്ള എന്താ പറയുക, പെയിൻറ്റിങ്ങും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വാട്ടർ കളറും കളർ പെൻസിലും ഷെയ്ഡിങ്ങും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ചെയ്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെറ്റൽസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. നിങ്ങളിത് സാവധാനത്തിൽ ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് വരച്ചിട്ടുള്ള ആ സർക്കിൾ ഉണ്ടല്ലോ, അത് വളരെ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്കത് പിന്നീടത് മായ്ക്കുമ്പോൾ അതിൻ്റെ മാർക്കൊന്നും അവിടെ ഇല്ലാതിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഒത്തിക്ക് തന്നെ ചെയ്യുക, ലൈറ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഔട്ട്ലൈൻ ഇവിടെ മായ്ച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള റൗണ്ട് ഉണ്ടല്ലോ, അത് മായ്ച്ചു കൊടുക്കുകയാണ്. ഞാൻ അമർത്തി പിടിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ മാർക്കുകൾ അവിടെ വൃത്തികേടായിട്ട് കാണാത്തത് കേട്ടോ. ഫസ്റ്റ് തന്നെ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ HB പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരക്കാൻ എപ്പോഴും HB പെൻസിൽ യൂസ് ചെയ്യുക. 6B 10B ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അതെന്താ അങ്ങനെയെന്ന് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പെൻസിലുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വീഡിയോസ് ഉണ്ട് ചാനലിൽ. അതൊന്ന് കയറി നോക്കുക കേട്ടോ. നിങ്ങൾ ഓരോ വീഡിയോസും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ ഷംല ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നടിച്ചാലാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തണ്ട് ചെയ്തു, ലീഫ് ചെയ്തു. ഇനി നമുക്കിത് കളർ ചെയ്യാം. ഞാനിവിടെ ജെൽ പേനയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ സൺഫ്ലവർ യെല്ലോയിലാണല്ലോ കാണാറ്. ഈ ജെൽ പെൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ക്രയോൺ യൂസ് ചെയ്യുക കേട്ടോ. സ്കെച്ച് പെനൊക്കെ യൂസ് ചെയ്യുക. സ്കെച്ച് പെനിൻ്റെ അതേ കളേഴ്സ് തന്നെയാണിത്. പിന്നെ അതിൻ്റെ അറ്റത്ത് എന്താ പറയുക, ബ്രഷിൻ്റെ അതുപോലെയുള്ളൊരു സംഭവമാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സാവധാനത്തിൽ വൃത്തിക്ക് ചെയ്തെടുക്കുക കേട്ടോ. സ്പീഡ് കൂട്ടണ്ട, പുറത്തേക്കൊക്കെ കളറ് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ വൃത്തിക്ക് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ബ്രൗൺ ആണല്ലോ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ അതിൻ്റെ കളറ് നമുക്ക് അപ്ലൈ ചെയ്യാം. ലീഫ് ഞാൻ ലൈറ്റ് ഗ്രീനാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സെൻറ്ററിൽ ബ്രൗൺ അപ്ലൈ ചെയ്യുകയാണെന്ന് കുറച്ചധികം ഡാർക്കാണ്. ആ സൈഡിൻ്റെ ഭാഗമൊക്കെ ഒഴിച്ചിട്ടിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഡാർക്കാണ് ഈ ജെൽ പെനും അതുപോലെ എന്താ പറയുക, സ്കെച്ചൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് ഞാൻ ലൈറ്റ് ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പിക്ചറിൽ ആ ഒരു ലൈറ്റ് ടോൺ കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു. ബ്രൗണിൻ്റെ ലൈറ്റ് അതിൻ്റെ സെൻറ്ററിലും ആ ബാക്കിയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്കിൻ ടോണിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ സിമ്പിളാണ്. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ.